2017 കൃപാശങ്കർ പട്ടേൽ എന്ന് പറഞ്ഞ ഒരു റെസ്ലിംഗ് കോച്ച് നമ്മുടെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ WFIനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടപ്പോൾ WFI ആ കോച്ചിനെ 6 മാസത്തോളം ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അന്നത്തെ പോസ്റ്റിൽ കൃപാശങ്കർ പട്ടേൽ പറഞ്ഞിരുന്നത് UWW അല്ലെങ്കിൽ യുണൈറ്റഡ് റെസ്ലിംഗ് വേൾഡ് എന്ന് പറഞ്ഞ റെസ്ലിംഗിന്റെ ഇന്റർനാഷണൽ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ഡെയിലി പ്ലേയേഴ്സിന് വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട് എന്നും, എന്നാൽ നമ്മുടെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡെയിലി പോയിട്ട് ഈവൻ മാച്ച് ഡേയ്സിൽ പോലും പ്ലേയേഴ്സിന്റെ വെയിറ്റ് ചെക്ക് ചെയ്യാറില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. WFIയുടെ കോൺട്രവേഴ്സീസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉള്ളത് തന്നെയാണ്. എന്നാൽ WFIയുടെ ഈ ഒരു എടുത്തുചാട്ടം തന്നെയാണ് ഇന്ത്യക്ക് ഇന്ന് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അൺലെസ് യു ആർ ലിവിംഗ് അണ്ടർ എ റോക്ക്, ഇന്ന് നിങ്ങൾ ന്യൂസ് ചാനൽസ് കണ്ടു എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈവൻ സോഷ്യൽ മീഡിയ പേജ് ഏതെങ്കിലും തുറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങൾ മിക്കവാറും വിനേഷ് ഫോഗാട്ടിന്റെ ഹാർട്ട് ബ്രേക്കിംഗ് ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. ഒളിമ്പിക് റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ തനിക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ ഓഡ്സിനെയും ഡിഫൈ ചെയ്തുകൊണ്ടായിരുന്നു വിനേഷ് ഫോഗാട്ടിന്റെ ഫൈനലിലോട്ടുള്ള പ്രവേശനം. 50 kg ഉള്ള വിമൻസിന്റെ റെസ്ലിംഗ് കാറ്റഗറിയിലാണ് വിനേഷ് ഫോഗാട്ട് കോമ്പീറ്റ് ചെയ്തിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഫൈനലിൽ എത്തിയപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു മെഡൽ ഉണ്ടാവും എന്ന് എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ട്യൂസ്ഡേ രാത്രി, അതായത് ഫൈനലിലെ തലേദിവസം രാത്രി വെയിറ്റ് എടുത്ത് നോക്കിയപ്പോൾ വിനേഷ് ഫോഗാട്ട് ഏകദേശം 2 കിലോ ഓവർ വെയിറ്റ് ആയിട്ടായിരുന്നു കാണപ്പെട്ടത്. ഇതിനുശേഷം വിനേഷ് ഫോഗാട്ടിന് വെയിറ്റ് കുറയ്ക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്റെ കഴിവിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സൈക്ലിംഗ്, ജോഗിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിനേഷ് ഫോഗാട്ട് ട്രൈ ചെയ്തു എന്നുണ്ടെങ്കിലും അവസാനമായി വെയിറ്റ് മെഷർ ചെയ്തപ്പോൾ ലിമിറ്റിൽ നിന്നും ഏകദേശം 100 ഗ്രാമോളം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്സ് പറയുന്നത്. വിനേഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് ലോസിന്റെയും ഇവൻച്വൽ വെയിറ്റ് ഗെയിനിനെയും കുറിച്ച് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കുകയും അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ആത്ലീറ്റ്സ് പല സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇങ്ങനത്തെ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും വീഡിയോ ഡിസ്ക്രിപ്ഷൻ മെൻഷൻഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വിനേഷ് ഫോഗാട്ടിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനേഷ് ഫോഗാട്ടിന്റെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്, അത് ഞാൻ ഇവിടെ NW എന്ന് എഴുതുവാണ്. നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോമ്പറ്റീഷൻ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ ഓഫ് സീസണിൽ ഇരിക്കുമ്പോൾ വിനേഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ്. അത് 57 kg ആണ്. അപ്പോൾ ഈ ഒരു 57 kg ഉള്ള വിനേഷ് ഫോഗാട്ട് സ്വന്തം വെയിറ്റ് കുറച്ചാണ് 50 kg ഉള്ള വിമൻസ് കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെമി ഫൈനലിന്റെ തലേദിവസം അവരുടെ മെഷർമെന്റ്സ് എടുത്തപ്പോൾ, അത് ഞാൻ SFW എന്ന് എഴുതുവാണ്, അതായത് സെമി ഫൈനൽ വെയിറ്റ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പൊ സെമി ഫൈനലിൽ അന്ന് അവർക്ക് വെയിറ്റ് വിത്തിൻ ലിമിറ്റ്സ് ആയിരുന്നു. 49.9 ആയിരുന്നു അവരുടെ വെയിറ്റ്. അതുകൊണ്ടാണ് അവർക്ക് സെമി ഫൈനൽ കളിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു ഡ്രാസ്റ്റിക് ഒരു വെയിറ്റ് റിഡക്ഷൻ ആണ് വിനേഷ് ഫോഗാട്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്വന്തം നോർമൽ വെയിറ്റിൽ നിന്നും ഏകദേശം 7.1 kg കുറച്ചാണ് വിനേഷ് ഫോഗാട്ട് ഈ ഒരു വെയിറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കുറച്ച് അനുമാനങ്ങളോടെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഞാൻ പറയാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ 57 kg വിനേഷ് ഫോഗാട്ടിന്റെ ഫോട്ടോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ജനറലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്. ആൻഡ് ജനറലി ആത്ലീറ്റ്സിന്റെ ഒരു ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിലെ പ്രോ ആത്ലീറ്റ്സ്, അതേപോലെ തന്നെ ഒരു ഒളിമ്പിക് ലെവൽ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് ഉണ്ടാവാറുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 12 to 20% ആണ്. സോ ലെറ്റ്സ് സേ നോർമൽ വെയിറ്റിൽ ഇരിക്കുമ്പോൾ വിനേഷ് ഫോഗാട്ടിന്റെ ഫോട്ടോസ് കണ്ടിട്ടും എനിക്ക് പറയാൻ പറ്റുന്നത് അവർക്ക് മാക്സിമം ലിമിറ്റിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം 20% ആണ് അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ സമയത്തുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50 into 20% നമുക്ക് ചെയ്താൽ മതി. നമുക്ക് അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കിട്ടും, വിച്ച് ഇസ് 11.4 kg. സോ ഇതാണ് ഓഫ് സീസണിൽ ഇരിക്കുമ്പോൾ, നോർമൽ വെയിറ്റിൽ ഇരിക്കുമ്പോൾ വിനേഷ് ഫോഗാട്ടിന് ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്ത് അവർ 49.9 വരുമ്പോൾ 7.1 kg അവർ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വെയിറ്റ് ലോസിൽ 2 കമ്പോണന്റ് ഉണ്ടാവുന്നതായിരിക്കും. ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർമൽ ഫാറ്റ് ആയിരിക്കും അവർ ലൂസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. ഇത് കുറച്ചധികം കാലം എടുത്തുകൊണ്ട് തന്നെ ഈ 7.1 kgയിലും മെജോറിറ്റി ഫാറ്റ് ലോസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അനുമാനം. എന്നാൽ ഇതിൽ രണ്ടാമത്തെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, അതെന്താണ് എന്ന് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബേസിക്കലി ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 7.1 കിലോഗ്രാമിൽ 5 കിലോഗ്രാം ഈ ഫാറ്റ് ലോസ് ആണ് എന്ന് വിചാരിക്കാം. എങ്ങനെ ആ നമ്പറിലോട്ട് ഞാൻ എത്തി എന്നുള്ളതും ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ബാക്കിയുള്ള ആ 2.1 kg എന്താണ് എന്നുള്ളതും ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയും ഫാറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം, അതായത് അവർ 49
7.9 കിലോഗ്രാമിൽ ഇരിക്കുമ്പോൾ അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ 7.5 കിലോഗ്രാം ആണ് ഫാറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ 11.4 കിലോഗ്രാം ബോഡി ഫാറ്റ് ഉണ്ടായിരുന്നു ഈ വെയിറ്റിൽ. ഈ വെയിറ്റിലോട്ട് പോകുമ്പോൾ അതിൽ നിന്നും 5 കിലോഗ്രാം ഫാറ്റ് നഷ്ടപ്പെട്ടു, വിച്ച് മീൻസ് അവരുടെ ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് 4.6 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആ സമയത്ത് ഉണ്ടാകുന്നത്, അതായത് 49 കിലോഗ്രാം ആയിരിക്കുമ്പോൾ അവരുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6.4 ഡിവൈഡഡ് ബൈ 49.9 ഇൻറ്റു 100 ചെയ്താൽ മതി, വിച്ച് ഇസ് അറൌണ്ട് 12%. ഈ 12% എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു വളരെ വളരെ ലോ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആണ്. അത് കാണുമ്പോഴും ഫോട്ടോസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഒത്തിരിയധികം ഷ്രെഡഡ് ആയിട്ടും വളരെ ലീൻ ആയിട്ടുമാണ് വിനേഷ് ഫോഗാട്ട് ഈ കോമ്പറ്റീഷനിൽ വരുമ്പോൾ അവരുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബോഡി ഫാറ്റ് ലൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ടർ കട്ടിംഗ് ആണ്. അപ്പോൾ ബേസിക്കലി ഏറ്റവും ക്വിക്കായിട്ട് നമ്മൾ ബോഡി ഫാറ്റ് ലൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത്ലീറ്റ്സ് ചെയ്യാറുള്ളത് വാട്ടർ കട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ വാട്ടർ വെയിറ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് അത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഗ്ലൈക്കോജൻ ഡിപ്ലീഷൻ ചെയ്യാറുണ്ട്. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാറുണ്ട് ലിവറിൽ. അത് ഗ്ലൈക്കോജൻ എന്നൊരു ഫോം ആക്കിയാണ് അതിനെ സ്റ്റോർ ചെയ്യാറുള്ളത്. ഓരോ ഗ്രാം ഗ്ലൈക്കോജനും ശരീരം അതിന്റെ കൂടെ തന്നെ 3 ഗ്രാം വാട്ടറും സ്റ്റോർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലൈക്കോജൻ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതായിരിക്കും. ഇനി മൂന്നാമത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സോഡിയം റിഡക്ഷൻ ആണ്. സോഡിയം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ സോഡിയം ഉണ്ട്. അപ്പോൾ ഉപ്പ് എവിടെയുണ്ടോ അവിടെയെല്ലാം വെള്ളവും കാണുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സോഡിയം ലെവൽസ് ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ വെള്ളത്തിന്റെ ലെവൽസും കൂടും. അപ്പോൾ സോഡിയം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ബോഡിയിലെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറയാനുള്ള ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് സൈക്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചുകൂടെ എഫക്റ്റീവായി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കലോറി ഡെഫിസിറ്റും അതിന്റെ കൂടെ തന്നെ കാർബ് സൈക്ലിങ്ങും തീർച്ചയായിട്ടും അത്ലീറ്റ്സ് ചെയ്യാറുണ്ട്. ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഡയൂറിറ്റിക്സ് ആണ്. എന്നാൽ ഒളിമ്പിക് അത്ലീറ്റ്സ് ഒരിക്കലും ഡയൂറിറ്റിക്സ് എടുക്കാറില്ല, കാരണം ഒളിമ്പിക്സിൽ അത് ടോട്ടലി ബാൻഡ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ 5 kg ഫാറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ബാക്കി ഈ 2 kg എന്ന് പറയുന്നത് വാട്ടർ വെയിറ്റും അതേപോലെ തന്നെ ഗ്ലൈക്കോജനും ആയിരിക്കും. സോ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നോർമൽ വെയിറ്റ് 57 ആയിരുന്നു, സെമിഫൈനലിന് മുന്നേ ഉള്ള വെയിറ്റ് 49.9 ആയിരുന്നു. എന്നാൽ ഫൈനലിന് മുന്നേ വിനേഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് അളന്നപ്പോൾ അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്, ഞാൻ അതിനെ FW എന്ന് എഴുതുവാണ്, ഫൈനലിന് മുന്നേ വെയിറ്റ് അളന്നപ്പോൾ വിനേഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 52.7 kg ആയിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു ഡ്രാസ്റ്റിക് വെയിറ്റ് ചേഞ്ച് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 2.25 കിലോയുടെ വെയിറ്റ് ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പല ആക്ടിവിറ്റീസ് കാരണവും സ്ലൈറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ ഒരു വെയിങ് സ്കെയിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വെയിങ് സ്കെയിലിൽ കയറി നിന്ന് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ നിങ്ങൾക്ക് അളക്കുമ്പോൾ നിങ്ങൾക്ക് 60 കിലോ ആണെന്ന് വിചാരിക്കാം. ആ 60 കിലോ ഉള്ള ഒരു മനുഷ്യൻ തന്നെ വൈകുന്നേരം അളക്കുമ്പോൾ ചിലപ്പോൾ ഒരു 60.5 അല്ലെങ്കിൽ 61 വരെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1/2 to 3/4 kg വരെ ഒരാളുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇത്രയും ഒരു റാപ്പിഡ് വെയിറ്റ് ഗെയിൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സെമി ഫൈനലിൽ ഉള്ള ഒരു മത്സരം കഴിഞ്ഞ ശേഷം വിനേഷ് ഫോഗാട്ട് പ്രോട്ടോകോൾസ് തെറ്റിച്ചിട്ടുണ്ടോ, അതായത് ഡയറ്റിലും അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്കിലും ഉള്ള പ്രോട്ടോകോൾസ് തെറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കാരണമാവാം. അതേപോലെ തന്നെ സെമി ഫൈനലിൽ ഉണ്ടായ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ, അതേപോലെ ഒരു ഇവന്റിന് മുന്നേ ഉള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ, സ്ട്രെസ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നും ആ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് അത് കൂട്ടാറുണ്ട് എന്നും ഈ പഠനമടക്കം പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു കാരണമായിട്ടുണ്ടാവാം. ഇതേപോലെ തന്നെ ബോഡിയിലെ പല മെറ്റബോളിക് ചേഞ്ചസും മെറ്റബോളിക് അഡ്ജസ്റ്റ്മെന്റ്സും ഇതിനൊരു കാരണമാവാം. അതായത് ബോഡി പല കാര്യങ്ങളും സെൻസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലുള്ള എത്ര വാട്ടർ റീറ്റെയിൻ ചെയ്യണം എന്നും അതേപോലെ എന്തൊക്കെ ന്യൂട്രിയൻസ് റീറ്റെയിൻ ചെയ്യണം എന്നും പലപ്പോഴും അത് ഡിസൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കാരണവും ഇത്രയും ഒരു വെയിറ്റ് ഗെയിൻ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഒരു മാസീവ് വെയിറ്റ് ഗെയിൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ സെയിം സ്ട്രാറ്റജീസ് വെച്ച് തന്നെ അവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമമായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഹൈ ഇന്റൻസീവ് വർക്ക്ഔട്ട്സ് ആണ്. അത് ചെയ്യുമ്പോഴും പെട്ടെന്ന് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ ഇന്നലെ രാത്രി മൊത്തം
വിനേഷ് ഫോഗാട്ട് സൈക്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ സ്കിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ജോഗിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പല ആൾക്കാരും ചോദിക്കുന്നത്, അയ്യോ 100 ഗ്രാം അല്ലേ, ആ 100 ഗ്രാം എന്നുള്ളത് മേ ബി മുടി വെട്ടി കളഞ്ഞാൽ പോരായിരുന്നോ അല്ലെങ്കിൽ മുട്ട അടിച്ചാൽ പോരായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. എന്നാൽ ശിവ് അറൂർ എന്ന് പറഞ്ഞ ഒരു മീഡിയ പേഴ്സണാലിറ്റിയുടെ ഈ ഒരു ട്വീറ്റ് പറയുന്നത് ഇതും വിനേഷ് ഫോഗാട്ട് ട്രൈ ചെയ്തു എന്നുള്ള കാര്യമാണ്. അവരുടെ ഡോക്ടേഴ്സ് പറയുന്നത് ഈവൻ മുടി വെട്ടിക്കളയാൻ പോലും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഫൈനൽ അസസ്മെന്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് 52 kg ഉണ്ടാവണം. അതായത് റൂൾ ഇങ്ങനെയാണ്, 50 കിലോഗ്രാമിൽ നിന്നും +or-2 ആവാം. -2 ആവുന്നതിൽ അർത്ഥമില്ല, എന്നാൽ +2 ആവാം എന്നുള്ളതാണ്. അപ്പൊ 52 കിലോഗ്രാം വരെ പോവാം. അപ്പോൾ 52.7 നിന്നും ഏകദേശം ഒരു 0.6 കിലോഗ്രാം അവർക്ക് കുറയ്ക്കാൻ പറ്റി. എന്നാൽ ഫൈനൽ അസസ്മെന്റിൽ ഏകദേശം 52.1 kg ഉണ്ടായിരുന്നു വിനേഷ് ഫോഗാട്ടിന്. ആൻഡ് ഇത് കാരണം തന്നെ അവർ ഡിസ്ക്വാളിഫൈ ആയി പോവുകയാണ് ഉണ്ടായത്. ഇതിൽ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ഇതിന് പ്രൈമറി ആയിട്ട് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉള്ള ന്യൂട്രീഷനിസ്റ്റും അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫ് മെമ്പേഴ്സിന്റെയാണ്. ആകെ അവർക്ക് ഒരു ഒറ്റ പണിയും ഉണ്ടായിരുന്നുള്ളൂ, ഇത് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. എന്നാൽ ആ പണിയും അവർ നേരെ ചെയ്തില്ല എന്നുള്ളതാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്വീറ്റിൽ തന്നെ ഇട്ടിട്ടുള്ള ഫോട്ടോയിൽ ഒന്ന് പി ടി ഉഷയാണെന്നറിയാം. അപ്പൊ മറ്റേ ആളാണ് ഡോക്ടർ ദിൻഷോ പാടിവാല. അദ്ദേഹമായിരുന്നു വിനേഷ് ഫോഗാട്ടിന്റെ ന്യൂട്രീഷനിസ്റ്റ്. എന്നാൽ ഇതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ഓർത്തോപീഡിയക് സർജൻ ആണ്. അപ്പോൾ ഒരു ഓർത്തോപീഡിയക് സർജൻ എന്തുകൊണ്ടാണ് അവിടെ ന്യൂട്രീഷനിസ്റ്റ് ആയി പോയത് എന്നുള്ള ഒരു ചോദ്യവും അവിടെ വരാറുണ്ട്. എനിവേ, ഐ ലീവ് ദാറ്റ് അപ് ടു യു. ബട്ട് ഓവറോളായി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ഇത് എത്തിക്കൽ ആണോ, അല്ലെങ്കിൽ ഈ ചെയ്തതിൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒരു ബയാസ് ഉണ്ടോ, ഇത് മോശമായി പോയില്ലേ, അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടെ കൊടുത്തുകൂടായിരുന്നോ എന്നുള്ള തരം വാദങ്ങളും നമ്മൾ ഓൺലൈനിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് തീർച്ചയായിട്ടും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൂൾ എന്ന് പറയുന്നത് എപ്പോഴും റൂളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ വെയിറ്റ് വിനേഷ് ഫോഗാട്ടിന് 57 ആയിരുന്നു. എന്നാൽ ഒരു റിസ്ക് എടുത്താണ് അവരുടെ ബോഡി വെയിറ്റ് കുറച്ച് 49.9 എന്നുള്ള വെയിറ്റിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ ആത്ലീറ്റിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ മെഡൽ നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, സെമി ഫൈനൽ എന്തായാലും 49.9 ആയിരുന്നല്ലോ, അപ്പോൾ വെയിറ്റിന്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ സെമി ഫൈനൽ എന്തായാലും ജയിച്ച സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് സിൽവർ എങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ റൂൾ പറയുന്നത് അവർ വൺസ് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് പ്ലേസിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് ഇത്തിരി ഓഡായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. ബട്ട് എനിവേ, റൂൾ ഇസ് എ റൂൾ അല്ലേ. ഓൺലൈനിൽ പലരും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ചൈൽഡ് റേപ്പിസ്റ്റിനെ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ അലോ ചെയ്യുന്ന ഒളിമ്പിക് കമ്മിറ്റിയുടെ റൂളാണ്. അതിങ്ങനെ ആയത് യാതൊരു സർപ്രൈസും എനിക്കില്ല. എന്തായാലും മെഡൽ ജയിച്ചാലും ഇല്ലെങ്കിലും വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് എന്നും മാത്രമല്ല റെസ്ലിംഗിലെ ഒരു ചാമ്പ്യൻ തന്നെയാണ് എന്നാണ് ഞാനടക്കം എല്ലാ ഇന്ത്യൻസും വിശ്വസിക്കുന്നത്. അവിടെ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് 43 പഠനങ്ങൾ വെച്ച് വളരെ ഡീറ്റെയിൽ ആയി ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. Thank you so much for watching.